പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റസൽമേനിയ 41 രണ്ടാമത്തെ ദിവസം അവസാനിച്ചപ്പോൾ മെയിൻ ഇവൻറ്റിൽ നിലവിലെ ചാമ്പ്യനായിട്ടുണ്ടായിരുന്ന കോഡി റോഡ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജോൺ സിന പുതിയ ചാമ്പ്യൻ ആകാനുള്ള കാരണം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യം റസൽമേനിയ 41 രണ്ടാമത്തെ ദിവസത്തിലെ മെയിൻ ഇവൻറ്റിൽ എന്താണ് നടന്നത് എന്നുള്ളത് പെട്ടെന്നൊന്ന് റീക്യാപ്പ് ചെയ്യാം. മെയിൻ ഇവൻറ്റിൽ നടന്ന മത്സരത്തിൽ ജോൺ സിനയും കോഡി റോഡ്സും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരം വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. മത്സരത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ട്രാവിസ് സ്കോട്ടും മ്യൂസിക്കൊക്കെ ഇട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് കയറി വന്നതും ട്രാവിസ് സ്കോട്ടിനെ കോഡി റോഡ്സിനെ അടിക്കാനുള്ള ഒരു അവസരം ജോൺസിനെ ഉണ്ടാക്കി കൊടുക്കുന്നതുമാണ്. എന്നാൽ കോഡി റോഡ്സ് അവിടെ ജോൺസിനെ തിരിച്ചടിച്ചുകൊണ്ട് ക്രോസ് റോഡ്സ് എന്ന് പറയുന്ന ആ ഒരു ഫിനിഷർ ഇട്ട് ആക്രമിക്കുന്നു. ആ സമയത്ത് റെഫറി പിൻ ചെയ്യുന്ന സമയത്ത് ട്രാവിസ് സ്കോട്ട് റെഫറിയെ എടുത്ത് വലിച്ച് പുറത്തേക്ക് വിടുന്നുണ്ട്. എന്നിട്ട് ട്രാവിസ് സ്കോട്ട് കോഡിയെ ആക്രമിക്കാൻ വേണ്ടി റിങ്ങിലേക്ക് കയറി ആ ട്രാവിസ് സ്കോട്ടിനെയും കോഡി ക്രോസ് റോഡ്സ് കൊടുത്തുകൊണ്ട് ആക്രമിക്കുന്നു. എന്നാൽ തിരിഞ്ഞ് വരുന്ന സമയത്ത് ജോൺസിന ടൈറ്റിൽ കൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും കോഡി റോഡ്സ് അത് പിടിച്ചു വാങ്ങുന്നു. എന്നിട്ട് കോഡി റോഡ്സ് തിരിച്ച് സീനയെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അടിക്കല്ലേ എന്നുള്ളത് സീന പറയുമ്പോൾ കോഡിയെ അടിക്കുന്നില്ല. എന്നാൽ ലോ ബ്ലോ കൊടുത്തുകൊണ്ട് ജോൺസിന കോഡിയെ തിരിച്ചാക്രമിക്കുന്നു. എന്നിട്ട് ആ ടൈറ്റിൽ എടുത്ത് കോഡിയെ അടിച്ചുകൊണ്ട് ആ അവസരത്തിൽ പിൻഫോളിലൂടെ ജോൺസിന വിജയം കരസ്ഥമാക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ ജോൺസിനയുടെ WWE കരിയറിലെ 17ാമത്തെ തവണ WWE ചാമ്പ്യൻ ആകുന്നത് റസൽമേനിയ 41 രണ്ടാമത്തെ ദിവസത്തിലെ മെയിൻ ഇവൻറ്റിൽ നമുക്കിന്ന് കാണാൻ സാധിച്ചു. അപ്പോൾ ജോൺ സിന എന്തുകൊണ്ട് 17ാമത്തെ തവണ ചാമ്പ്യൻ ആയി, കോഡി റോഡ്സിനെ പരാജയപ്പെടുത്താനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പോയിന്റ്, ജോൺ സിന എന്ന് പറയുന്ന താരത്തിൻ്റെ ആരാധകർക്ക് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് അവർ കാത്തിരുന്ന ആ ഒരു മൊമെൻറ്റ് ലഭിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റ് ട്രിപ്പിൾ എച്ച് സമ്മാനിച്ചു എന്ന് പറയുന്നതാകും കുറച്ചും കൂടി എളുപ്പം. ജോൺ സിന 17ാമത്തെ തവണ ചാമ്പ്യൻ ആകുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരുന്നിട്ടുണ്ടായിരുന്നത്. ജോൺ സിന 17ാമത്തെ തവണ വേൾഡ് ചാമ്പ്യൻ ആകാതെ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുമോ എന്നുള്ളൊരു പേടിയുള്ള ആരാധകർ പോലും ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ പേടിയും അവരുടെ ആ ഒരു കാത്തിരിപ്പിനും വിരാമം ഇട്ടുകൊണ്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു റസൽമേനിയ 41 നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചത്. അപ്പോൾ ആരാധകർ കാത്തിരുന്ന ആ ഒരു മൊമെൻറ്റ് വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ലഭിച്ചിരിക്കുന്നു. ജോൺസിന പിന്നെയും ഒരു ചാമ്പ്യൻ ആയിരിക്കുന്നു, അതും 17ാമത്തെ തവണ ചാമ്പ്യൻ ആയിട്ട്. അപ്പോൾ ആ ഒരു മൊമെൻറ്റ് ജോൺസിനെ വിജയിക്കുന്നതിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിനെ ചാമ്പ്യൻ ആക്കി കാണിക്കുക, അതും 17ാമത്തെ തവണ ചാമ്പ്യൻ ആയിട്ടുള്ള ഒരു റെക്കോർഡും കൂടി ഒരേ സമയം നേടിയെടുക്കുക. രണ്ടാമത്തെ പോയിന്റ്, റിക് ഫ്ലെയറും ജോൺസിനെയും ഒരേപോലെയാണ് ആ ഒരു റെക്കോർഡ് കൈവശം വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഒരാളുടെ പേരിലേക്ക് മാത്രം മാറ്റി കുറിക്കപ്പെടുമ്പോൾ അത് ആ റെക്കോർഡിന് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജോൺസിനായാണ് ഇപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ജോൺസിനയുടെ പേരിലേക്ക് ആ ഒരു റെക്കോർഡ് മാറ്റി കുറിക്കപ്പെടുമ്പോൾ ആ റെക്കോർഡിന് ഒന്നും കൂടി പ്രാധാന്യമുണ്ട്. ഇനി ഭാവിയിൽ ഏതെങ്കിലും ഒരു താരം കുറേയധികം ചാമ്പ്യൻഷിപ്പൊക്കെ വിജയിച്ച് ജോൺസിനയുടെ ഈ ഒരു റെക്കോർഡ് വെട്ടിക്കുന്ന ഒരു സമയത്ത് ആ താരത്തിൻ്റെ സ്റ്റോറി ലൈനിൽ പറയാൻ സാധിക്കും, അന്നത്തെ സൂപ്പർ താരമായിരുന്ന ജോൺസിനയുടെ റെക്കോർഡൊക്കെ വെട്ടിച്ചിട്ടാണ് താൻ ഇത്രയും ചാമ്പ്യൻ ആയത് എന്നൊക്കെ. അപ്പോൾ അത് ആ റെസ്ലറിൻ്റെ ക്യാരക്ടറിനും അതുപോലെ തന്നെ ആ ഒരു സ്റ്റോറിക്കും കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ചെറുതായിരിക്കില്ല. അപ്പോൾ അതും അവർ ഈ ജോൺസിനെ വേൾഡ് ചാമ്പ്യൻ ആക്കാനുള്ള മുഖ്യ കാരണങ്ങളിൽ ഒന്നായിരുന്നു. മൂന്നാമത്തേത്, കോഡി റോഡ്സ് എന്ന് പറയുന്ന ചാമ്പ്യൻ അല്ലെങ്കിൽ കോഡി റോഡ്സ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ച ആ ഒരു മൊമെൻറ്റ് അത് കോഡി റോഡ്സ് ഒറ്റയ്ക്ക് നേടിയെടുത്തതല്ല. കോഡി റോഡ്സിന് കുറേയധികം സഹായങ്ങൾ റസൽമേനിയ 40 ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ പറയുകയാണെങ്കിൽ ജോൺസിനെ വരെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, സെത്ത് റോളിൻസ് ഉണ്ടായിരുന്നു, ദി അണ്ടർടേക്കർ വരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോഡി റോഡ്സ് ഒറ്റയ്ക്ക് പൊരുതി വന്നു എന്നുണ്ടെങ്കിലും വിജയം നേടിയെടുക്കുന്ന സമയത്ത് കോഡി റോഡ്സിന് കുറേയധികം സഹായങ്ങൾ ലഭിച്ചു. അപ്പോൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് വിജയിച്ച ഒരു ചാമ്പ്യൻ എന്നുള്ള ആ ഒരു ചീത്തപ്പേര് ചെറിയ രീതിയിലെങ്കിലും കോഡിയുടെ ക്യാരക്ടറിനെ ബാധിച്ചിട്ടുണ്ട്. സെത്തടക്കം അദ്ദേഹത്തിൻ്റെ പ്രൊമോസിൽ താനുള്ളത് കൊണ്ടാണ് കോഡി ചാമ്പ്യൻ ആയത് എന്നൊക്കെ പറയുമ്പോൾ അത് കോഡി റോഡ്സിൻ്റെ ക്യാരക്ടറിനെ താഴ്ത്തി കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ഇനി ജോൺസിനെതിരെയും അല്ലെങ്കിൽ റോക്കിൻ്റെ കൂടെ നിൽക്കുന്ന ആർക്കെതിരെയും കോഡി റോഡ്സ് ഇനി മത്സരിക്കാൻ വരുമ്പോൾ കോഡി റോഡ്സ് ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ ഒറ്റയ്ക്ക് വന്ന് വിജയിച്ച ആ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത് ജോൺസിനയുടെ മുൻകാല ചരിത്രം നമുക്ക് അറിയാവുന്നതാണ്. ജോൺസിന എല്ലാ ചാമ്പ്യൻഷിപ്പുകളും മുൻപ് വിജയിച്ചിട്ടുള്ളത് ഒറ്റയ്ക്ക് പൊരുതി നേടിയതാണ്. അതുപോലെ കോഡി റോഡ്സ് ഒറ്റയ്ക്ക് നിന്ന് ഒരാളുടെയും സഹായമില്ലാതെ ജോൺസിനയിൽ നിന്ന് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് വീണ്ടെടുക്കുന്നതായിരിക്കും നമുക്ക് തുടർന്ന് കാണാൻ സാധിക്കുക. അപ്പോൾ ഇന്ന് ചെറിയ രീതിയിൽ കൂവൽ കിട്ടിയ കോഡി റോഡ്സ്, ഇന്ന് കൂവിയ ആരാധകർ അന്ന് ഇനി വരാൻ പോകുന്ന ജോൺസണെതിരെയുള്ള റീമാച്ചിൽ കോഡി റോഡ്സിന് എതിരെ എന്തായാലും നല്ല രീതിയിലുള്ള ഒരു ചിയർ പുറപ്പെടുവിക്കും. എന്തായാലും കോഡി റോഡ്സ് പരാജയപ്പെടുന്നതിൻ്റെ മറ്റൊരു പോയിന്റ് പറയാനുള്ളത്, കോഡി റോഡ്സിന് റീമാച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ട്രാവിസ് സ്കോട്ടിനെ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിച്ചത്. ട്രാവിസ് സ്കോട്ടിനെ കൊണ്ടുവന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. റോക്കിൻ്റെ അപ്പിയറൻസ് ക്രിയേറ്റീവ് ടീം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. റോക്ക് വരുമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. പക്ഷേ റോക്ക് വന്നില്ല. അപ്പോൾ റോക്ക് വരാത്ത ആ ഒരു സ്പോട്ട് ഒന്ന് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാവിസ് സ്കോട്ടിനെ കൂടി അവർ ഉൾക്കൊള്ളിച്ചിട്ടത്. അല്ലാതെ ട്രാവിസ് സ്കോട്ട് വേഴ്സസ് കോഡി റോഡ്സ് തമ്മിലുള്ള ഒരു മത്സരം നടക്കുമെന്നുള്ളതിൻ്റെ ഒരു സൂചന നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു പോയിന്റുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ജോൺസൺ കോഡി റോഡ്സിനെ പരാജയപ്പെടുത്തിയത്. ഇനിയുള്ള സ്റ്റോറിയും ജോൺസനെയും കോഡിയും തമ്മിൽ തന്നെയായിരിക്കും. അത് തന്നെ മുന്നോട്ട് പോകുകയുള്ളൂ. എന്തായാലും നാളെ നടക്കാൻ പോകുന്ന റോ എപ്പിസോഡിൽ ജോൺസനെ അപ്പിയർ ചെയ്യുന്നുണ്ട്. ജോൺസണയുടെ ഭാഗത്തു നിന്നും WWE ഭാഗത്തു നിന്നും ഞെട്ടിപ്പിക്കുന്ന കുറേയധികം അപ്ഡേറ്റ്സ് നാളത്തെ റോയിൽ ലഭിക്കുമെന്നുള്ളതും ട്രിപ്പിൾ എച്ച് ഇന്നത്തെ റസൽമേനിയ കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് ഷോ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്നുള്ളത് നാളത്തെ റോ എപ്പിസോഡ് കണ്ടു തന്നെ അറിയാം. റസൽമേനിയയെക്കുറിച്ചിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് ഇനി വരുന്ന വീഡിയോസിലൂടെ പങ്കുവെക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.